അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തേതില്ലേ ഒരു വ്ളോഗ് കൂടിയാണ് കേട്ടോ. ഇതിൽ നല്ല 2 അടിപൊളി റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ഗീ റോസ്റ്റിൻ്റെയും മസാല ദോശയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഇന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക് കേട്ടോ. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് തട്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 സവാള എടുക്കുന്നെങ്കിൽ 2 പച്ചമുളക് എടുക്കുക. ഒന്നാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. പിന്നെ വെളുത്തുള്ളിയും കൂടി വേണം. അപ്പോൾ അതൊരു 3-4 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട ഇതിന്. പിന്നെ അതിൻ്റെ ഇടയിൽ മസാല ദോശയ്ക്കുള്ള ദോശ അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പാൻ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സവാളയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ടായേ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. നല്ല റെസിപ്പിയാണ് കേട്ടോ ഇതിങ്ങനെ മസാല ദോശയുടെയും ഗീ റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സവാള നല്ല പോലെ ഒന്ന് വഴറ്റി വരട്ടെ. ആ ഒരു ടൈമിൽ ഇതാ ഇപ്പുറത്തുനിന്ന് മസാല ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളില്ലേ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ തന്നെ ഫില്ലിങ് വെക്കലില്ല കേട്ടോ. സെപ്പറേറ്റ് ആണ് ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ദോശ ഞാനാന്ന് വെച്ചിട്ടുണ്ടായി, ബാക്കിയെല്ലാം ഉമ്മയാണ് ഇട്ടുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫിനിഷിങ് കുറവെല്ലാം ആ ഒന്നിനുണ്ട്. പിന്നെ ഇതാ ഇതൊന്ന് വഴറ്റി വരുന്ന ടൈമിൽ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല പോലെ അതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി. ഇത്രയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട. നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ഒരു പൊടികൾ കൂടി കുക്കായി വന്നിട്ടാകുമ്പം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് അരച്ചെടുക്കാനുള്ള വെള്ളമില്ലേ അത് ഞാൻ ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുക്കായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഉപ്പ് കുറച്ചും കൂടി വേണ്ടതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പോലെ തിളച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മുടെ കറിക്ക് ആ ഒരു പച്ച ചൊയയില്ലേ അതൊന്നും ഉണ്ടാവില്ല. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയാൽ അരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊട്ടി വരുമ്പം ഒരു വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉഴുന്ന് കടിക്കുന്ന ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. അതും ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനിതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വറ്റി ഈ ഒരു കൺസിസ്റ്റൻസി ആവൂലേ, ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചുവിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ശരിക്കും നമ്മൾ അംഗൻവാടി തുറന്നില്ലേ, ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായതാണ്. പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഓളും കൂടി കൊണ്ടുവിട്ട് വന്നിട്ട് പിന്നെ ഇതാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ നമ്മുടെ ആ ഒരു ടൊമാറ്റോ ചട്നിയില്ലേ, അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലൊക്കെ കുറച്ച് തിരക്കാണ് ഈ ചൂനൊക്കെ ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇഡ്ഡലീൻ്റെ കൂടെയായാലും ഗീ റോസ്റ്റിൻ്റെ കൂടെയായാലും ഇനി മസാല ദോശക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത്രയും സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതാ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല, ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കലാണ് കേട്ടോ ഫുള്ളായിട്ട്. പിന്നെ ഞാൻ അതൊന്നും തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഈവനിങ്ങിൽ ഇച്ചിരി കൂട്ടാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായേ. പിന്നെ ഇപ്പോൾ ഓൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു 2 ദിവസം മാത്രമാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായേ. അപ്പോൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ നിന്ന് ബലൂണും ചോക്ലേറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓൾ വരുന്ന കണ്ടപ്പോൾ തന്നെ എംസി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വരുന്ന ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓൻ ഓടി അറിയത്തേക്ക് വന്നിട്ടുണ്ടായിന്. പിന്നെ ഇതാ 2 ചോക്ലേറ്റ് കിട്ടിയാൽ ഒന്ന് നേരെ ഓൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള റെഡിയാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ട്രൈ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ തന്തൂരി റൊട്ടിയില്ലേ അതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് ഇളം ചൂട് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈരും 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് അളന്നെടുക്കുന്നത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മെഷറിംഗ് കപ്പിൽ 4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആ ഒരു ഓയിലും പാലും തൈരും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ആ ഒരു ഇതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ബൗളിലിട്ടിട്ട് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒരു 10 മിനിറ്റ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 240ൻ്റെ മെഷറിംഗ് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 250ൻ്റെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കയ്യിലുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് എടുത്തിട്ട് ബാക്കി കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൈം എടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ അതേ ബൗളിലേക്ക് നമ്മൾ ഈ ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ടവൽ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 1 മണിക്കൂർ നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവ് നല്ല പോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഇവിടെ ഒരാളില്ലേ, എൻ്റെ പിന്നാലെ കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ക്ലേയും കൊണ്ട്. അവൾ ഹണി ബീ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുള്ള യെല്ലോ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അവക്കാഡോ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾക്ക് ഇത് അവക്കാഡോ അല്ല എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അതും കൊണ്ട് അവൾ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കും ഐലൈനറൊക്കെ വെച്ചിട്ട് അതിന് കണ്ണും മൂക്കൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അപ്പോഴേക്ക് നമ്മൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നിസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ട് പിന്നെ ഇതുണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് കോണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം. നമ്മളിങ്ങനെയില്ലേ നല്ലപോലെ കുഴച്ചെടുക്കുമ്പോഴില്ലേ നമ്മളെ മാവും നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പം കുറച്ച് മൈദയും ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബോളാക്കി എടുക്കാം. ഒരു ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ വലിപ്പമില്ലേ, അങ്ങനെ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഞാനിത് ബോൾസാക്കി എടുക്കുന്നത്. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലിയ ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഇതേപോലെ തന്നെ ബോൾസാക്കി എടുത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളും പിന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ എള്ളും എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ, ആ ഒരു ടൈമിൽ ഇതുപോലെയല്ലേ കിട്ടുക. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങും കാണാനുള്ള അതേ ലുക്കിലും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലേവറും വരുമല്ലോ മല്ലിച്ചപ്പിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടും ഒരുപാട് തിക്കായിട്ടും അല്ല, ഒരു മീഡിയം ലെവലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി മാവ് കൂടി നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് എള്ളും മല്ലിച്ചപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നല്ലപോലെ പ്രസ്സാക്കിയിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടില്ലേ ഞാൻ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ലില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോൺ സ്റ്റിക്കിലൊന്നും ചെയ്യാറ്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ ആ ഒരു മാവിൻ്റെ മറ്റേ സൈഡിലെ ബാക്ക് സൈഡിൽ വെള്ളം ഒന്ന് നല്ല പോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വെള്ളമാക്കി കൊടുത്തിട്ട് ചൂടായിട്ടുള്ള ആ ഒരു കല്ലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങൂലേ, ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കല്ല് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുത്തിട്ടാണുള്ളത്. ഇനി ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തിൽ ഒന്ന് ഇതുപോലെ പൊള്ളിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ കിട്ടുക. ഇനി നമുക്കിതൊന്ന് കുക്കായിട്ട് വന്നിട്ടാകുമ്പം ഒന്ന് ഇളക്കി എടുത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, റെസ്റ്റോറൻറ്റൊക്കെ കാണുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കല്ലിൽ നിന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് പണിയാണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്തെടുക്കൽ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നും, അത് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് പണിയാണ് കേട്ടോ ഇത് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായത്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്കാവുകയും ചെയ്യില്ല, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ കല്ലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാട്ടെ ഇത് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സംഭവമായിരിക്കണം, അല്ലാണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് എടുക്കുമ്പം ഇങ്ങനൊന്നും കിട്ടൂല ചെയ്യാനായിട്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ ഉപ്പിലിട്ടൊക്കെ ഇറുക്കിയെടുക്കൂലേ, ആ ഒരു സംഭവം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഈ കല്ലിലിട്ട് പിന്നെ അതിലിറുക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഗ്യാസിലേക്ക് ഇങ്ങനെ 2 സൈഡും വെച്ച് പൊളിച്ചെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് പണിയായിട്ട് തോന്നുമെങ്കിലും അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പം ഇതേപോലെ തന്നെ ബാക്കി മാവ് കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള തന്തൂരി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 2 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തോന്നുക. അപ്പോൾ വെറുതെ കണ്ടിട്ട് പോവാണ്ട് കമൻറ്റൊക്കെ ചെയ്തിട്ട് പോവാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.